നമസ്കാരം. നമസ്തേ. UDF മന്ത്രിസഭ വരും എന്നുള്ളത് എല്ലാവരും ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷമാണെങ്കിലും ഭരണപക്ഷമാണെങ്കിലും ഒരേപോലെ ചർച്ച ചെയ്യുന്നത് ആരാണ് UDFിലെ മുഖ്യമന്ത്രി എന്നുള്ളത് മാത്രമാണ്. അവർ തമ്മിലുള്ള തർക്കത്തെക്കുറിച്ചുള്ള ചർച്ചകളല്ലാതെ ഇടതുപക്ഷം അധികാരത്തിൽ വരുമെന്ന് പറയുന്ന യാതൊരു സൂചനയും ഇപ്പോൾ പുറത്തു വരുന്നില്ല. പിണറായി വിജയനും അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം അവസാനിപ്പിച്ച് ഇവിടെ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ള വാർത്തകളുമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ എല്ലാ കാലത്തും UDF ഭരണത്തിൽ വരികയാണെങ്കിൽ UDFിലെ പ്രമുഖരായ നേതാക്കന്മാർ സന്ദർശിക്കുക വെള്ളാപ്പള്ളിയുടെ അടുത്തും അതേപോലെ സുകുമാരൻ നായരുടെ അടുത്തുമാണ്. എന്നാൽ ഇത്തവണ രമേശ് ചെന്നിത്തല സുകുമാരൻ നായരുടെ അടുത്ത് പോയി എന്നല്ലാതെ വേറെ ആരും അവരുടെ അടുത്തേക്ക് പോവുകയോ അവരുമായി ചർച്ച ചെയ്യുകയോ ചെയ്യുന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഇതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? കാലാകാലമായി കേരളത്തിലെ UDF കോൺഗ്രസിനെയും UDFിനെയും നിയന്ത്രിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഈ രണ്ട് സമുദായ സംഘടനകളുടെയും നേതാക്കന്മാരുടെ പ്രസക്തി നഷ്ടപ്പെട്ടുവോ എന്നുള്ളതാണ് ചോദ്യം. NSS ജനറൽ സെക്രട്ടറി ശ്രീ G. സുകുമാരൻ നായരും SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശനും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് CPMനെയും സംസ്ഥാന മുഖ്യമന്ത്രി പ്രത്യേകിച്ച് പിണറായി വിജയനെയും ഏതാണ്ട് പരസ്യമായിട്ട് തന്നെ NSS ഏതാണ്ട് പരസ്യമായിട്ടും വെള്ളാപ്പള്ളി 100% പിന്തുണയ്ക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എടുത്തത്. മാത്രവുമല്ല, ഇപ്പോൾ ഈ ഇലക്ഷന് ശേഷം അങ്ങ് പറഞ്ഞതുപോലെ എല്ലാ തരം നിരീക്ഷണങ്ങളിലും മുന്തി നിൽക്കുന്ന അഭിപ്രായം UDF അധികാരത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ആ അഭിപ്രായം നിലനിൽക്കെ തന്നെ വീണ്ടും പിണറായി വിജയൻ്റെ തുടർഭരണം സ്വപ്നം കണ്ടുകൊണ്ട് പ്രസ്താവന ഇറക്കുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അതൊരു അത്ഭുതമായിരിക്കുകയാണ്. എന്തായാലും ഇവരുടെ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ രണ്ട് സമുദായ നേതാക്കന്മാരും എടുത്ത രാഷ്ട്രീയ നിലപാടുകളും അവരുടെ പക്ഷപാതപരമായ പല സമീപനങ്ങളും കാണിക്കുന്നത് ഇനി UDF അധികാരത്തിലെത്തിയാൽ അവരുടെ സമ്മർദ്ദ രാഷ്ട്രീയത്തിന് വലിയ പ്രസക്തി ഉണ്ടാകില്ല എന്ന് തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ താക്കോൽ സ്ഥാനം ആവശ്യപ്പെട്ട് സുകുമാരൻ നായർക്ക് ഇനി മുന്നോട്ട് വരാൻ പറ്റും, അതിനുള്ള കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് UDFന് കൊടുത്തിട്ടുണ്ട് എന്ന് പറയാൻ അദ്ദേഹത്തിന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അദ്ദേഹം ഒരു അവകാശവാദം ഉന്നയിച്ചാൽ തന്നെ അത് ഗൗരവമായിട്ട് പോലും പരിഗണിക്കപ്പെടില്ലെന്ന് മാത്രമല്ല അദ്ദേഹം പരിഹാസ്യനാവുകയും ചെയ്യും. അങ്ങ് കൃത്യമായിട്ട് സൂചിപ്പിച്ചതുപോലെ ശ്രീ രമേശ് ചെന്നിത്തല ഒഴിച്ച് അങ്ങനെ എടുത്തു പറയത്തക്ക നേതാക്കന്മാരാരും സുകുമാരൻ നായരെ ഇപ്രാവശ്യം ഇലക്ഷന് മുമ്പ് സമീപിച്ചതായിട്ട് കാണുന്നില്ല. കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് UDFിൻ്റെ ഭാഗത്തു നിന്ന്. അതുപോലെ തന്നെ വെള്ളാപ്പള്ളി പണ്ടൊക്കെ ഈ ഏത് മന്ത്രിസഭ ഏത് ഇലക്ഷൻ കഴിയുമ്പോഴും കണിച്ചുകുളങ്ങരയിലുള്ള വെള്ളാപ്പള്ളിയുടെ വീട്ടിലേക്ക് ഒരു പ്രവാഹമാണ്, ജനപ്രവാഹം എന്നല്ല ഞാൻ പറയുന്നത്, നേതൃപ്രവാഹമാണ്. ആ ഒരു അവസ്ഥ ഇനി ബുദ്ധിമുട്ടാണ്. കാരണം വളരെ വ്യക്തമായിട്ട് പിണറായി വിജയനെ പിന്തുണയ്ക്കുന്ന നിലപാടെടുത്ത വ്യക്തിയാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. പിണറായി വിജയൻ അധികാരത്തിൽ തിരിച്ചു വന്നില്ലെങ്കിൽ മറ്റേത് രാഷ്ട്രീയ പാർട്ടിയുടെയും വിജയത്തിൽ ഇദ്ദേഹത്തിന് പ്രത്യേകിച്ച് പങ്കൊന്നും അവകാശപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം കഴിഞ്ഞ കുറച്ചു നാളായിട്ട് പരിശോധിച്ചാൽ രാഷ്ട്രീയ പ്രസക്തി ഉണ്ടാക്കാനായിട്ട് NSSും SNDPയും സ്വീകരിച്ചിരുന്നത് ആ ലക്ഷ്യം ഒന്നാണെങ്കിലും അവരെ സ്വീകരിച്ചിരുന്ന മാർഗങ്ങളിൽ ചെറിയ വ്യത്യാസമുണ്ട്. NSS ഈ G. സുകുമാരൻ നായർ ജനറൽ സെക്രട്ടറി ആകുന്നതിന് മുമ്പ് ശ്രീ PK നാരായണ പണിക്കർ ജനറൽ സെക്രട്ടറി ആയിരുന്ന അന്ന് തൊട്ട് NSS പിന്തുടരുന്ന ഒരു രാഷ്ട്രീയ നയം എൻ്റെ ഒരു നിരീക്ഷണത്തിൽ, അതായത് പൊതു അഭിപ്രായത്തിനോടൊപ്പം നിന്നുകൊണ്ട് അത് ആംപ്ലിഫൈ ചെയ്യാൻ ശ്രമിക്കും. അതായത് ഇപ്പോൾ പൊതുവെ എല്ലാവരും ഇന്ന ആൾ ജയിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിൽ NSS കുറച്ചുകൂടെ ഉച്ചത്തിൽ ആ ആൾ ജയിക്കുമെന്നാണ് പറയും. അതായത് UDF പലപ്പോഴും UDFിൻ്റെ രാഷ്ട്രീയ മുന്നേറ്റങ്ങളിൽ അത് അങ്ങനെ വ്യക്തമായ ഒരു സൂചന കിട്ടിക്കഴിഞ്ഞാൽ, അത് അങ്ങനെ കിട്ടിയില്ലെങ്കിൽ അല്പം ശബ്ദം താഴ്ത്തിയിരിക്കും. അതിനാണ് സമദൂരം എന്ന് പറയുന്ന ഒരു പോളിസി കൊണ്ടുവന്നത്. ആ സമദൂരം ഒരു ഞങ്ങൾ ആരുടെയും പക്ഷക്കാരല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും അതൊരു ഇൻഷുറൻസ് ആണ്. അങ്ങനെ പറയുമ്പോഴും പൊതു അഭിപ്രായം UDFന് അനുകൂലമാണെങ്കിൽ ഇവർ അത് വലിയ ഉച്ചത്തിൽ വിളിച്ചു പറയും. വിളിച്ചു പറഞ്ഞിട്ട്
അതിൻ്റെ ഒരു ആനുകൂല്യം ആ സർക്കാരിൽ നിന്നും വാങ്ങിച്ചെടുക്കും. ഈ ആനുകൂല്യം വാങ്ങിച്ചെടുക്കുന്നത് പലപ്പോഴും സമുദായത്തിനൊരു ആനുകൂല്യം വാങ്ങിച്ചെടുക്കാൻ പറ്റി എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 1980-കൾ മുതൽ NSS പറയുന്ന സാമ്പത്തിക സംവരണമൊന്നും നേടിയെടുക്കാൻ അവർക്ക് ഒരു ഘട്ടത്തിലും കഴിഞ്ഞില്ല. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നതിന് ഇവരുടെ ആവശ്യവുമായിട്ട് ഒരു ബന്ധവുമില്ലതായി. അത് വേറെ കാരണങ്ങളാണ് അവിടെ ഉള്ളത്. വെള്ളാപ്പള്ളി ഒരു വ്യത്യസ്തമായ നിലപാടാണ് എടുത്തത്. വെള്ളാപ്പള്ളി രാഷ്ട്രീയ പ്രസക്തി ഉണ്ടാകാൻ എടുത്തത് ഈ ഷെയർ മാർക്കറ്റിൽ അതിന് പറയും കോൺട്രേറിയൻ അപ്രോച്ച് എന്ന് പറയും. എല്ലാവരും ഇപ്പം ചില പ്രശസ്ത കമ്പനികളുടെ ഷെയർ വാങ്ങും. ടാറ്റ ഗ്രൂപ്പിൻ്റെ അല്ലെ ഇൻഫോസിസിൻ്റെ അല്ലെ വിപ്രോയുടെ ഒക്കെ ഷെയർ വാങ്ങുമ്പോൾ ചില ആൾക്കാർ ഈ ഏറ്റവും വില കുറഞ്ഞു കിടക്കുന്ന ചിലപ്പം ഒരു ഷെയർ പോയിട്ട് അങ്ങ് എടുക്കും. അതങ്ങനെ അവർ ഒരുപാട് വാങ്ങിച്ചു കൂട്ടുമ്പോൾ ചെറിയ വില ഉയർന്നാൽ തന്നെ ഇവർക്ക് വലിയ ലാഭം കിട്ടും. അതൊരു കോൺട്രറിയൻ, അതായത് കോൺട്രറി എന്നുള്ള വാക്കിൽ നിന്ന് വരുന്നതാണ്. കോൺട്രറി എന്ന് പറഞ്ഞാൽ സാധാ എതിരെ. ആ ഒരു അപ്രോച്ചാണ് വെള്ളാപ്പള്ളി കേരള രാഷ്ട്രീയത്തിലെടുത്തത്. അതായത് BJP അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെ എല്ലാവരും ആരും പ്രത്യക്ഷമായിട്ട് അനുകൂലിക്കാൻ ഇല്ലായിരുന്ന ഘട്ടത്തിൽ അതിൻ്റെ ഏറ്റവും വലിയ ശക്തനായ വക്താവായിട്ട്, അതായത് ഒരുപക്ഷെ കേരളത്തിലെ RSSൻ്റെയോ BJPയുടെയോ നേതൃത്വം പറയാൻ മടിക്കുന്ന അഭിപ്രായ പ്രകടനങ്ങൾ പോലും അദ്ദേഹം പറഞ്ഞ് അദ്ദേഹം ജനശ്രദ്ധ നേടി. അദ്ദേഹം മൊത്തം ഹിന്ദുക്കളുടെ നേതാവായിട്ട് അദ്ദേഹം അങ്ങനെ ഒരു പ്രൊജക്ഷൻ സ്വയം നടത്തി കുറേ ആൾക്കാരെങ്കിലും അദ്ദേഹത്തിനെ അനുകൂലിക്കുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നിട്ട് അദ്ദേഹം അതിൽ നിന്ന് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കി. ഈ രണ്ട് അപ്രോച്ചുകളും UDFൻ്റെ അടുത്താണ് കൂടുതലും നടന്നിരുന്നത്. LDFനെ സ്വാധീനിക്കാൻ ഈ സമുദായ സംഘടനകൾക്ക് അത്ര എളുപ്പമല്ല. അതിൻ്റെ കാരണം NSS പ്രതിനിധീകരിക്കുന്ന നായർ സമുദായത്തിൻ്റെ വോട്ടുകൾ ഒരു കാലഘട്ടത്തിൽ ബഹുഭൂരിപക്ഷ വോട്ടുകളും കോൺഗ്രസിനാണ് പോയിക്കൊണ്ടിരുന്നത്. അത് കാരണം LDFനെ സംബന്ധിച്ചിടത്തോളം NSSനെ സ്വാധീനിച്ചിട്ട് വലിയ കാര്യമില്ല എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടായി. പിന്നീട് അതിലെ ഒരു നല്ല ശതമാനം വോട്ട് BJPയിലേക്ക് പോയി. പക്ഷേ വെള്ളാപ്പള്ളിയുടെ കാര്യം വരുമ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞാലും ഇല്ലെങ്കിലും ഈഴവ സമുദായത്തിൻ്റെ നല്ല ശതമാനം വോട്ട് ഇടത് കക്ഷികൾക്കായിരുന്നു. അതിൽ വെള്ളാപ്പള്ളിക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. വെള്ളാപ്പള്ളിയുടെ പിന്തുണ ആവശ്യമില്ല എന്നുള്ള ഒരു ഘട്ടമായിരുന്നു അന്ന്. പക്ഷെ പിണറായി വിജയൻ്റെ രാഷ്ട്രീയം ആ പരമ്പരാഗത ഇടത് രാഷ്ട്രീയത്തിൽ നിന്നും മാറി അത് പുതിയ സമവാക്യങ്ങളും പുതിയ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളും ഒക്കെ ആയിട്ട് വന്നപ്പോൾ വെള്ളാപ്പള്ളിയുടെ രാഷ്ട്രീയത്തിന് പ്രസക്തി ഉണ്ടായി പിണറായി വിജയന്. മാത്രമല്ല ചില ഘട്ടങ്ങളിലെങ്കിലും BJPയുമായിട്ട് ഒരു അന്തർധാര ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു ധാരണയിൽ എത്തിച്ചേർന്നിട്ട് കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്താനോ സ്വാധീനിക്കാനോ ഒക്കെ ഈ ബന്ധം പിണറായി വിജയൻ ഉപയോഗപ്രദമായി. പക്ഷേ ഇത് കൊണ്ട് സംഭവിച്ചത് പരസ്യമായ ഒരു രാഷ്ട്രീയ ചായ്വിലേക്ക് ഈ രണ്ട് സംഘടനകളും പോകുമ്പോൾ അവർക്ക് ഇനി UDFൻ്റെ ഒരു ഭരണം വന്നാൽ ഈ രണ്ടു പേർക്കും ഇനി സമ്മർദ്ദത്തിലൂടെ ഭീഷണികളിലൂടെ തങ്ങളുടെ പ്രതിനിധികളെ താക്കോൽ സ്ഥാനത്ത് വെക്കാൻ ഇനി പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. UDFൻ്റെ നേതൃസ്ഥാനത്തേക്ക് അതായത് നമ്മുടെ VD സതീശൻ ഈ കാര്യത്തിലെടുത്ത സ്ട്രോങ് ആയിട്ടുള്ള നിലപാട്, അതായത് സാമുദായിക സംഘടനകളുടെ നേതാക്കന്മാരുടെ അരമനയൊക്കെ പോയി തിണ്ണനിറങ്ങാനൊന്നും ഞങ്ങളില്ല എന്ന് പറയുന്ന ഒരു സമീപനം ഇത് തിരിച്ചടിയായി മാറിയിട്ടില്ലേ? VD സതീശനാണല്ലോ ശക്തമായ നിലപാടെടുത്ത് ഈ കാര്യത്തിൽ UDFന് മുന്നോട്ട് പോയിട്ടുള്ളത്. തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം ചങ്ങനാശ്ശേരിയിലോ കണിച്ചുകുളങ്ങരയിലോ ഒന്നും പോയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല വാർത്തകളിൽ. അത് തീർച്ചയായിട്ടും ഈ രണ്ട് സമുദായ നേതാക്കന്മാർക്ക് ഒരു വലിയ ഒരു ഞെട്ടലായിരിക്കും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം സ്വാധീനിക്കപ്പെടാൻ കഴിയാത്ത ഒരു നേതൃത്വം ഐക്യജനാധിപത്യ മുന്നണിക്ക് ഉണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്കതൊരു ഞെട്ടലായിരിക്കും. കാരണം വിലപേശലിൻ്റെ രാഷ്ട്രീയത്തിൽ VD സതീശനെ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിൻ്റെ വിജയത്തിലോ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണിയുടെ വിജയത്തിലോ ഈ രണ്ട് സമുദായ നേതാക്കന്മാർക്കും പങ്കൊന്നുമില്ല എന്ന് വരുമ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് അവരുടെ ആജ്ഞാനുവർത്തിയായിട്ട് നിൽക്കേണ്ട കാര്യമില്ല എന്നുള്ളതും അത് പുറത്തു വരും. അങ്ങനെയൊക്കെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടുമ്പോൾ സമ്മർദ്ദ രാഷ്ട്രീയത്തിനുള്ള ഒരു സ്കോപ്പ്, ഒരു സാധ്യത ഈ രണ്ട് സമുദായ നേതാക്കന്മാർക്കും ഇല്ലാതാവും. മാത്രമല്ല ഇവർ രണ്ടുപേരും ഈ ജീവിതത്തിൻ്റെ ഫാഗൻഡ് എന്ന് പറയുന്ന, അതായത്
ജീവിതത്തിന്റെ അവസാന ഘട്ടത്തെ 90 വയസ്സും 87 വയസ്സും ഒക്കെയുള്ള ആ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. അതിൽ രണ്ടുപേരും പല രീതിയിലുള്ള 2 തരത്തിലുള്ള കേസുകളാണ്. രണ്ടുപേരും നിയമവിരുദ്ധ നടപടികളിൽ ഏർപ്പെട്ട എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. വെള്ളാപ്പള്ളിക്കെതിരെ ഹൈക്കോടതി വിധി വരെ വന്നിട്ടുണ്ട്. സുകുമാരൻ നായർക്കും ഒരുപാട് പ്രതിസന്ധികളുണ്ട്. വരുന്ന സർക്കാരിന്റെ പിന്തുണ അവർക്ക് ആവശ്യവുമാണ്. ഇപ്പം ഒരു കാര്യം അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, അതായത് സുകുമാരൻ നായർ ഇപ്പം പിന്നെ മറ്റേ ഈ ലോകത്തിലെ എല്ലാ വിഷയങ്ങളിലും പ്രസ്താവനകൾ ഇറക്കുന്നവരാണ്. പിന്നെ എന്താ പണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥയിൽ, വിശ്വവിഖ്യാതമായ മൂക്ക് എന്നുള്ള കഥയിലെ, ഈ ലോകത്തെ മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയാലും എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്ന് പത്രക്കാർ പോയിട്ട് മൂക്കൻ്റെ അടുക്ക ചോദിക്കും. അപ്പോൾ മൂക്കൻ ഒരു അഭിപ്രായം പറയും. ആ രീതിയിലായിരുന്നു ഇതുവരെയുള്ള കാര്യങ്ങൾ പിന്നെ നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ ഒരു ആ വിശ്വവിഖ്യാതമായ മൂക്കിന്റെ ഒരു പ്രാധാന്യം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. അതിനേക്കാൾ വലിയ മൂക്കന്മാര് വേറെ വന്നിരിക്കുന്നു. മാത്രമല്ല ഇനി NSSനും SNDPക്കും മറ്റൊരു കാര്യം മാത്രമല്ല വി ഡി സതീശനെ ഏറ്റവും മോശമായ രൂപത്തിൽ മോശമായി പറയുകയും ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഈ രണ്ടുപേരും. കാരണം നമ്മുടെ വെള്ളാപ്പള്ളി ആകട്ടെ ഓരോ ദിവസവും വി ഡി സതീശനെ എത്രമാത്രം മോശപ്പെടുത്താൻ പറ്റും അത്രയും മോശപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയായിരുന്നു സുകുമാരൻ നായരും. അല്ല, ഇനി അത്തരം പ്രസ്താവനകളുടെ ഒരു പശ്ചാത്തലത്തിൽ വി ഡി സതീശനെ സമീപിക്കാൻ അവർക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റു രണ്ടുപേരില് രമേശ് ചെന്നിത്തല ഒഴിച്ച് KC വേണുഗോപാലാണെങ്കിൽ പോലും ഒരു പരിധിയിൽ കൂടുതൽ ഈ രണ്ടുപേരുമായിട്ടും ഇപ്പോൾ ബന്ധമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ അധികാരത്തിൽ വന്നാൽ തീർച്ചയായിട്ടും ഇപ്രാവശ്യം വിലപേശൽ ശക്തി വളരെ കുറവായിരിക്കും NSSനും SNDPക്കും. ഇനി മറ്റൊരു കാര്യത്തോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ, നമ്മുടെ സമയം പരിമിതി മൂലം എനിക്ക് അധികം നീട്ടാൻ പറ്റില്ല. അപ്പോൾ മറ്റൊരു വിഷയം ഞാൻ കാണുന്നത്, വളരെ കൃത്യമായ ലീഗ് വിരുദ്ധ നിലപാടെടുത്ത വെള്ളാപ്പള്ളി നടേശൻ, ലീഗിനെ അതിശക്തമായ വാക്കുകൾ വിമർശിച്ച വെള്ളാപ്പള്ളി നടേശൻ, അങ്ങനെയുള്ള വെള്ളാപ്പള്ളി നടേശനെ സൗജന്യങ്ങളൊന്നും UDF സർക്കാർ കൊടുക്കുന്നതിനെ UDFിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഘടകകക്ഷിയായ ലീഗ് അനുവദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ വൈര്യനിര്യാതനത്തോടുള്ള നടപടികളൊന്നും ഒരുപക്ഷെ UDF എടുക്കില്ലായിരിക്കും. കാരണം UDFന് അങ്ങനെ ഒരു പാരമ്പര്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസ് അങ്ങനെ അഭിപ്രായ വ്യത്യാസമുള്ളവരെക്കെതിരെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കുന്ന ഒരു നടപടിയൊന്നും എടുത്തായിട്ട് മുൻകാലങ്ങളിൽ എനിക്ക് തോന്നുന്നില്ല. അടിയന്തരാവസ്ഥ കാലത്തെ ഞാനങ്ങ് മാറ്റി നിർത്തുകയാണ്. പക്ഷേ അവിടെ വേറൊരു കുഴപ്പമുണ്ട്. ഇദ്ദേഹം ന്യായമായിട്ടും ഇദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങളുണ്ട്. ഇദ്ദേഹം പ്രതികൂട്ടിലാവുന്ന ഒരുപാട് പ്രതിസന്ധിയിലാവുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കോടതിയിലുള്ള കേസുകൾ, ഈ കേസിലൊക്കെ സർക്കാർ വളരെ നിഷ്പക്ഷമായ ഒരു സമീപനം സ്വീകരിച്ചാൽ തന്നെ, മെറിറ്റിന്റെ അടിസ്ഥാനത്തിലുള്ള സമീപനം സ്വീകരിച്ചാൽ തന്നെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അത് ബുദ്ധിമുട്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ വൈദഗ്ധ്യം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു മെയ്വഴക്കമുണ്ട്. ഞാൻ വളരെ വർഷങ്ങൾ പത്രപ്രവർത്തനം എന്നുള്ള നിലയിൽ അദ്ദേഹവുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം മലയാളം പത്രത്തിൽ നിന്നും ഒരാൾ വിളിച്ചാൽ, ഞാൻ ഇംഗ്ലീഷ് പത്രങ്ങളിൽ ജോലി ചെയ്ത ആളാണ്, അപ്പം മലയാളം പത്രത്തിൽ നിന്ന് ഒരാൾ വിളിച്ചാൽ അദ്ദേഹം നടത്തുന്ന പ്രതികരണമായിരിക്കില്ല അദ്ദേഹം ഞാൻ വിളിച്ചാൽ നടത്തുന്നത്. മൂന്നാമതൊരു വിഷ്വൽ മീഡിയയിൽ നിന്ന് ഒരാൾ വിളിച്ചാൽ അദ്ദേഹം മൂന്നാമതൊരു പ്രതികരണം നടത്തും. അങ്ങനെ വലിയൊരു രാഷ്ട്രീയ മെയ്വഴക്കം അദ്ദേഹത്തിനുണ്ട്. പിന്നെ കൃത്യമായ മറുപടികൾ നമ്മളെ ഏത് സമയത്തും അക്സസിബിൾ ആണ്. പലപ്പോഴും അന്ന് PK നാരായണ പണിക്കർ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഒരു കാലത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അന്ന് അദ്ദേഹത്തിനെ ഒരു ഫോണിൽ കിട്ടുകയൊക്കെ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ വെള്ളാപ്പള്ളി അങ്ങനെയല്ല. വെള്ളാപ്പള്ളി ഏത് മാധ്യമ പ്രവർത്തകൻ വിളിച്ചാലും ലൈനിൽ വരുമായിരുന്നു എന്നാണ് എൻ്റെ അനുഭവം. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള രാഷ്ട്രീയ മെയ്വഴക്കം എങ്ങനെയാണ് അദ്ദേഹത്തിനെ ഈ വരുന്ന പ്രതിസന്ധിയിൽ നിന്നും അദ്ദേഹം എങ്ങനെയാണ് അത് ഉപയോഗിക്കുക എന്നത് എനിക്ക് വളരെ കൗതുകത്തോടാണ് ഞാനത് നോക്കിക്കാണുന്നത്. കാരണം UDF അധികാരത്തിൽ വന്നാൽ വലിയ പ്രതിസന്ധിയിലേക്കായിരിക്കും അദ്ദേഹം പോകുന്നത്. കാരണം അദ്ദേഹം എടുത്ത നിലപാടുകൾ വെള്ളം ചേർക്കാതെ വിഴുങ്ങേണ്ടവരും പലതും, പല കാര്യത്തിലും അദ്ദേഹത്തിന് അഭിപ്രായം മാറ്റേണ്ടി വരും. അഭിപ്രായം ഇരുമ്പലൊക്കെ ഒന്നും അല്ല, അത് പച്ചീർക്കിൽ പോലെ വളയുന്നതാണെന്നൊക്കെ നമ്മൾ സാധാരണ തമാശയ്ക്കൊക്കെ പറയുമെങ്കിലും അത്തരം നിലപാടുകളിലേക്ക് ഒരു നേതൃത്വം കിടക്കുമ്പോൾ അത് അണികളിൽ തന്നെ ആത്മവിശ്വാസക്കുറവും അതുപോലെ തന്നെ വല്ലാത്തൊരു ആശയക്കുഴപ്പവും ഒക്കെ പലയിടത്തും അത് സൃഷ്ടിക്കും. എന്തായാലും ശരി, വരും ദിവസങ്ങളിൽ ഈ രണ്ട് സമുദായ നേതാക്കന്മാർ കാലാകാലങ്ങളിലായിട്ട് അവർ കേരള രാഷ്ട്രീയത്തിൽ നിലനിർത്തിയിരുന്ന ഒരു പ്രസക്തി നിലനിർത്താൻ എന്തൊക്കെ രാഷ്ട്രീയ അഭ്യാസങ്ങളാണ്, ഏതൊക്കെ വളയങ്ങളിൽ കൂടാണ് ചാടാൻ പോകുന്നത് എന്ന് അത് വളരെ കൗതുകകരമായ ഒരു ദൃശ്യമായിരിക്കും.
എന്തായാലും വരും ദിവസങ്ങളിൽ കാണാൻ പോകുന്ന പൂരം ഞാൻ തൽക്കാലം കൂടുതൽ പറയുന്നില്ല. സമയപരിമിതി മൂലം ഇവിടെ അവസാനിപ്പിക്കുന്നു. കൂടുതൽ വിശകലനങ്ങളുമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ വീണ്ടും പ്രേക്ഷകരെ സമീപിക്കാം. ഓക്കെ, താങ്ക് യു.